ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് എൻ്റെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ വീഡിയോ മുഴുവനാകും കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നാളാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ പാഷ്യോയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ അഴയിൽ ഇടാണ്ടായിരുന്നു, ഒക്കെ ചെയ്തു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പാഷ്യോയിൽ എത്തിയതാണ്. പക്ഷേ 6 മണിക്ക് നല്ല ഇരുട്ടാണല്ലോ. അപ്പോൾ ഇരുട്ടുള്ള സമയത്തൊന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വെളിച്ചം വെച്ചതിന് ശേഷമാണ് അഴ എടുത്ത് പുറത്തേക്ക് വെക്കണത്. നല്ല കുറുക്കന്മാരുടെ ശല്യമുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനക്കണം. ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതാ പ്ലാന്റ്സിൽ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്തിടുകയാണ്. ശബ്ദത്തിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. നല്ല ഡ്രൈ കഫ് വന്നിട്ടുണ്ട് എനിക്ക്. നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. കിച്ചണൊന്ന് പെയിൻ്റൊക്കെ ചെയ്യിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് അഴുക്കാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്ലീനിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ വാൾഡ്രോബ് ക്ലീൻ ചെയ്തു. അതിനോട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എനിക്ക് ജലദോഷം വന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ മടക്കി വെച്ച ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോണ്ടല്ലോ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മോന് സ്കൂളിലായിരുന്നു. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇന്നലെ ഒരു റൂമത്തെ വാൾഡ്രോബ് ശരിയാക്കലായിരുന്നു പണി കേട്ടോ. അത് 2-3 മാസം കൂടുമ്പോൾ ചെയ്യണ കാര്യമാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ആവശ്യക്കാർക്ക് കൊടുത്താൽ അവർക്ക് യൂസും ആവും, നമുക്ക് കബോർഡിൽ സ്പേസും കിട്ടും. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഒരു റൂമിൽ മോളുടെ റൂമത്തെ വാർഡ്രോബ് നന്നാക്കലായിരുന്നു പണിയിട്ടാണ്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര തിരക്കില്ലാത്ത സമയത്തേ സാധിക്കുള്ളൂ. അവൾ ഓൺലൈൻ ക്ലാസ്സിലിരിക്കണമല്ലേ. അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യണ കാരണം അവളെ റൂമിൽ നമുക്കങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നലെ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ അത് ചെയ്തു. അതാണിപ്പോൾ ശബ്ദമൊക്കെ ഇങ്ങനെ ആയത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പ്ലാന്റ്സൊക്കെ ഓസ് ഇട്ടിട്ട് തന്നെ നനക്കുക കേട്ടോ. അത് കുറച്ച് വലിപ്പമുള്ള ഓസാണ്. അത് കാരണം ഞാൻ പകുതിയാണ് ടാപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇലകളിലൊക്കെ നല്ലോണം വെള്ളം അടിച്ച് കൊടുക്കേണ്ടി വരും. നല്ല പൊടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എപ്പോഴും നനക്കേണ്ട അവസ്ഥയുണ്ടോ. നല്ല ചൂടാണല്ലോ ഉച്ച സമയത്തൊക്കെ. രാവിലെ സമയത്ത് നല്ല തണുപ്പാണെങ്കിലും ഉച്ച സമയമാകുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് തോന്നുന്നുണ്ട് നല്ലോണം ഡ്രൈ ആവണുണ്ട് എപ്പോഴും. ഈ ഒരു ഫേണ് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ഇപ്പം ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഈ പ്ലാന്റ് പോയി എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അങ്ങനെ ശരിയായി വന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. വലിയ ലീഫൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ ഇതങ്ങനെ ശരിയായി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം ആയപ്പോഴേക്കിന് നമ്മളെ കിളികളെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അത് ആദ്യം ജോഡികളിൽ ഒന്ന് ചത്തുപോയി. അപ്പോൾ അതിന് ജോഡി വാങ്ങാൻ പോയപ്പോൾ നമുക്ക് ജോഡിയായിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ 2 ആണും 1 പെണ്ണും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ പാഷ്യോയിൽ വിടാറുണ്ടല്ലോ അവരെ. അപ്പോൾ ഒരു ദിവസം മോന് ഡോറടക്കാൻ മറന്നു പോയിട്ട് ഒന്ന് പാറിപ്പോയി. അത് പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി 2 ആൺ കിളികളാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതങ്ങോട്ട് കൊണ്ടേ കൊടുക്കാം, പിന്നെ വാങ്ങണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് അങ്ങനെ കൊണ്ടു കൊടുത്തു കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ കിളികളുണ്ട്, പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായപ്പോഴേക്കിന് അവരെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ കാക്കാനോട് പറയണു കേട്ടോ. ഒരു 10 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ മോന് തിരൂര് കൊണ്ടേ കൊടുത്തു. നല്ല പൊടി ഉണ്ടാവും കേട്ടോ ലീഫിലൊക്കെ. ജി പ്ലാന്റിൻ്റെ ഒക്കെ ലീഫിന് നല്ലൊരു ഗ്ലേസിങ്ങും നല്ല കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അതിൽ പൊടി നിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ ഇലകളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. പിന്നെ ഇവിടെ ഇൻ്റർലോക്കിൻ്റെ മുകളിൽ മാറ്റിട്ട കാരണം താഴേക്ക് വെള്ളം അങ്ങനെ ഉണ്ട്, താഴേക്ക് പോയിക്കോളും. എങ്ങനെ വേണമെങ്കിലും നനക്കാം കേട്ടോ. ഇന്നൊരുപാട് ജോലികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ ജോലികൾ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കിന് എന്തെല്ലാം ഒരു ജോലികളാണ് ചെയ്യണത് അല്ലേ.
ഇന്നിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വാൾഡ്രോബ് നന്നാക്കാനായിട്ട് നിന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഇന്നുണ്ട്. അങ്ങനെ ഓരോരോ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. ഏതായാലും റംസാൻ ഇങ്ങോട്ട് എത്തി. പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ റംസാനുള്ള. ഞാൻ മല്ലി മുളക് പൊടിക്കൽ അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നനച്ചുകുളി എന്നുള്ള പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ റൂമിലെ കർട്ടൻസൊക്കെ ഒന്ന് മാറ്റാണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കർട്ടൻ വന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കാണിക്കാം വേറെ ഏതെങ്കിലും വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു കേട്ടോ. കുറേ കണ്ടെയ്നറുകളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, ഗ്ലാസ് കണ്ടെയ്നേഴ്സൊക്കെ. ഇനി സ്റ്റോറൊന്ന് അറേഞ്ച് ചെയ്യണം. സ്റ്റോർ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ നനച്ചുള്ളിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ തന്നെ അങ്ങനെ വൃത്തിയാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ആമസോണിൽ കുറച്ച് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങി, അതൊക്കെ തുടച്ച് കമിഴ്ത്തി വെച്ചതാണ്. അതൊക്കെ ഒന്നും കൂടി തുടച്ച് ഒന്നും കൂടി ഉണക്കേണ്ടി വരും കേട്ടോ. പൊടികളൊക്കെ ഇടണമെങ്കിൽ നല്ല ഡ്രൈ ആവണമല്ലോ. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറുക്കൻ്റെ നായ്ക്കളൊക്കെ ശല്യം നല്ല ഉണ്ടായതുകൊണ്ട് നമുക്കൊരു തൃപ്തിയാവില്ല. അപ്പോൾ പിന്നെ ഞാൻ തുടച്ച് തന്നെ ഉണക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് വെള്ളം അടിച്ച് കഴുകും കേട്ടോ. നമ്മൾ വെള്ളം അടിച്ച് കഴുകിയാലും ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർലോക്ക് ആയ കാരണം അത് ഒഴുകി ഇറങ്ങുന്നിടത്ത് തന്നെ അങ്ങോട്ട് താഴ്ന്നോളും. ഇങ്ങനെ പരന്നിട്ട് വേറെ മാറ്റിൻ്റെ വേറെ ഭാഗങ്ങളൊന്നും നനയൊന്നും ചെയ്യൂല കേട്ടോ. വെറുതെ ഈ കുഞ്ഞ് വൈഫർ കൊണ്ട് അങ്ങോട്ട് വടിച്ച് കളയാ ചെയ്തത്, പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളും. ചിലപ്പോൾ മോനൊക്കെ എണീറ്റ് വന്നാലേ വീണു പോവും. ഞാനിപ്പോൾ ഇത് ഞാൻ കഴുകിയതായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ അവന് അങ്ങനെ ആവില്ല. അപ്പോൾ ഇത് വെള്ളം അങ്ങോട്ട് നീക്കി കളഞ്ഞു കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. തുടക്കുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ചട്ടീൻ്റെയൊക്കെ സൈഡുകളിലും ഗ്യാപ്പിലൊന്നും മഫ് ചെല്ലൂല. അപ്പോൾ പിന്നെ നമ്മൾ നീക്കാനൊക്കെ നിൽക്കണ്ടേ, അപ്പോൾ വെള്ളം അടിച്ച് കഴുകിയാലും ഈസിയാണല്ലോ. അപ്പോൾ അതാ ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഉൾഭാഗം ഒന്ന് തുടച്ചിട്ട് ഒന്ന് മലർത്തി വെക്കേണ്ടി വരും കേട്ടോ, ഒന്ന് കാറ്റോടി നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല സുഖം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുറ്റത്ത് വെക്കാനൊരു ധൈര്യം പോരാ. അപ്പോൾ ഇതിൽ ഈ 1.5 കിലോത്തിൻ്റെ കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തുറക്കണത്. ഇതിന് 5 സെറ്റ് ഞാൻ ആമസോണിൽ വാങ്ങിയതായിരുന്നു. നല്ല അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു വലിപ്പമാണ് കേട്ടോ. കടല, പരിപ്പ്, പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സൈസാണ്. മുളക്, മല്ലി ഒക്കെ വെക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്. നമ്മൾ സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്യുന്നതുണ്ടല്ലോ, നമ്മൾ ആവശ്യത്തിന് എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈസും വലുപ്പമൊക്കെ ഉള്ള നല്ലൊരു കണ്ടെയ്നറാണ്. പിന്നെ ഈ ക്ലിപ്പ് ചെയ്യുന്ന ലിഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഓപ്പണിങ് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് കൈയിട്ട് തുടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതാ ഈ 5 കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഒരു കോംബോ വരുന്നത്. ഇപ്പോൾ അതാ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാസിക്ക് ലഞ്ചിന് 4 ചിക്കൻ പീസ് വറുത്തിട്ട് കൊടുത്തു വയ്ക്കണം. മുരിങ്ങയിലതാ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഭക്ഷണം കഴിക്കണതിൻ്റെ ആ സമയത്താണ് ഞാൻ ഉണ്ടാക്കുള്ളൂ. മുരിങ്ങയുടെ ഇല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറും, ടേസ്റ്റും കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ പെട്ടെന്ന് വേവാനൊന്നുമില്ലല്ലോ, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ചോറ് എടുത്ത് വെക്കുമ്പോഴേ ഞാനത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. മുരിങ്ങയില എന്നല്ല, എന്തെല്ലാം ഉണ്ടാക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. മോന് ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിളും കൊടുത്തു വിടും. വെജിറ്റബിൾ അവൻ കഴിക്കൂല കേട്ടോ, അതുപോലെ കൊണ്ടുവരും. അവിടെ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യമില്ല കേട്ടോ സ്കൂളിൽ. അപ്പോൾ കുറച്ച് ബാക്കിയാക്കിയാലും അവർ വീട്ടിലേക്ക് കൊടുത്തു വിടും. അപ്പോൾ വെജിറ്റബിൾ അവൻ കഴിക്കൂല, എന്നാലും എൻ്റെ സമാധാനത്തിന് ഞാൻ കൊടുത്തയക്കും. ചിക്കൻ മാത്രം കഴിച്ചിട്ട് ചോറും കഴിച്ചാൽ വരിക. കിച്ചണിലെ ഈ കൗണ്ടർ ടോപ്പിലുള്ള വാൾപേപ്പർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാച്ച് ആവുമോ നോക്കണം, എന്നിട്ട് ചിലപ്പോൾ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ കിച്ചണിൽ വർക്ക് ഉണ്ടെന്ന്. റംസാനിലാണ് അവരെ പണിക്കാർക്ക് ഒഴിവുള്ളൂ. അപ്പോൾ വന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ കബോർഡിൻ്റെ കളറൊന്ന് മാറ്റണം, ടാൻഡം ബോക്സ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഈ കിച്ചൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടാൻഡം ബോക്സ്
ഈ സ്റ്റീലിൻ്റെ ഗ്രില്ലായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മോഡൽ ടാൻഡം ബോക്സ് ഉണ്ടായിരുന്നില്ല. ടാൻഡം ബോക്സ് ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ വുഡൻ കബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കബോർഡ് ചെയ്ത ആൾ തന്നെ പറഞ്ഞു വുഡൻ കബോർഡ് ആയതുകൊണ്ട് നമുക്കിത് റീയൂസ് ചെയ്യാതെ എത്ര വർഷം ആയാലും നമുക്ക് കേടുകളൊന്നും ഇല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. മരത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ കിച്ചൺസ് ഉണ്ടല്ലോ, അതിൻ്റേതാകുമ്പോൾ റീയൂസ് ചെയ്യാനൊക്കെ പറ്റൂലല്ലോ. ഇതിപ്പോൾ മരം ആയതുകൊണ്ട് അത് ചെയ്യുക. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കട്ടെ ഇൻഷാ അള്ളാ. പിന്നെ ഹോബ് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഹോബ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫേബറിൻ്റെ ഹോബ് 4 ബർണറിൻ്റെ തന്നെയാണ് വാങ്ങിയത് കേട്ടോ. 4 ബർണറാണ്, 19 സെൻറ്റിമീറ്റർ ഉള്ളൂ. 19 സെൻറ്റിമീറ്റർ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ 2 ബർണറുകളും തമ്മിലുള്ള അകലം കുറയും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വലിയ പാത്രങ്ങളൊക്കെ വിസിൽസൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 3 ബർണർ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ 3 ബർണറൊക്കെ 17 സെൻറ്റിമീറ്ററും 16 സെൻറ്റിമീറ്ററൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകുമെന്ന് എഴുതിയിട്ട് 19 സെൻറ്റിമീറ്റർ തന്നെ വാങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എലിക്കാണ് എൻ്റെ ഹോബ്. നല്ല ഹോബാട്ടോ. 12 വർഷമായിട്ട് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കിച്ചൺ തന്നെയാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഹോബ് അതിൻ്റെ ബർണർ മാറ്റി. അപ്പോൾ അവരെന്താ ചെയ്തു വെച്ചാൽ, ഇപ്പോൾ ഇത് 12 വർഷം മുന്നത്തെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ മോഡലിൻ്റെ ബർണറാണ് ഇപ്പോൾ ഉള്ളൂ കേട്ടോ. പഴയ മോഡലില്ല. അപ്പോൾ ഇപ്പോഴത്തെ ബർണറിൻ്റെ ബർണർ കൊണ്ടുവന്നിട്ടാണ് എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൈപ്പ് ലൈൻസ്, ഉള്ളിൽ കൂടെ ഗ്യാസ് വരുന്ന അലുമിനിയത്തിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈനുകളും ഒക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വളച്ച് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് തന്നത്. അതും എലിക നല്ല ബ്രാൻഡായതുകൊണ്ടായിരിക്കും നല്ല പൈസയായി കേട്ടോ. 4600 രൂപ ഒരു ബർണറിനായി. അപ്പോൾ ഇപ്പോൾ അപ്പുറത്തെ സൈഡത്തതും അതുപോലെ ആയിട്ടുണ്ട്. 12 വർഷമായിട്ട് കത്തല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഇൻഡാലിയത്തിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതൊക്കെ 3 കഷ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ 4600 രൂപയും കൊടുത്തിട്ട് ബർണർ മാറ്റണേനേക്കാളും പുതിയ ഹോബ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ മാറ്റുമ്പോൾ. കാരണം വെച്ചാൽ വേറെ കേടുപാടുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ഗ്യാസ് ആകുമ്പോൾ ഇനിയിപ്പോൾ അവർ പുതിയ മോഡലിൻ്റെ ബർണർ തന്നെ ആവും കൊണ്ടുവന്ന് മാറ്റുക. അപ്പോൾ അതേപോലെ പൈപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്യാസല്ലേ, നമ്മളങ്ങനെ കളിക്കാൻ പറ്റിയ സാധനമല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുപ്പന്നെ അങ്ങ് മാറ്റി കളയാമെന്ന്. അപ്പോൾ ഫേബറിൻ്റെ 4 ബർണർ അടുപ്പ് ഞാൻ വാങ്ങിയിട്ടോ. ഇൻഷാ അല്ലാ ഞാൻ കാണിക്കാം. അൺബോക്സിംഗ് ഒന്നും കാണിച്ചിട്ടില്ല, ഞാൻ കാണിക്കട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജിമ്മ് പോട്ടെ. വെള്ളമൊക്കെ എടുത്ത് വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അത് കൂടുതൽ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.